അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞിട്ടുള്ള HSA ഡ്രോയിങ്ങിൻ്റെ ഷോർട്ട് ലിസ്റ്റുകൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ കേറ്ററ്റ് ഡ്രോയിങ് ഇപ്പോൾ പാസ്സായിട്ടുള്ള അടുത്തൊരു HSA ഡ്രോയിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇതുവരെ ലിസ്റ്റിൽ വരാത്തവർക്ക് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ആദ്യമേ പറയട്ടെ, കഴിഞ്ഞ ബാച്ചിൽ നമ്മുടെ ഈ പുതിയ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഒത്തിരി കുട്ടികൾ മെയിൻ ലിസ്റ്റിലും സബ് ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ വോയിസ് മെസ്സേജ് കോളുകളിലൂടെ ഒരു സന്തോഷം അറിയിക്കേണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ട് തന്നെയാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞത്. അക്ലോറ ഒരു നിമിത്തമായി എന്നതിൽ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ സ്നേഹം അറിയിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായിരുന്നാലും ഇനിയിപ്പോൾ ഇൻ്റർവ്യൂയുടെ ഡേറ്റുകളൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, റാങ്ക് ലിസ്റ്റ് വരുമ്പോഴാണ് എത്രയാണ് റാങ്ക് പൊസിഷനൊക്കെ നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ മെസ്സേജ് പ്രൊഫൈൽ നിങ്ങൾ നോക്കുക. അതല്ലെങ്കിൽ ഷെഡ്യൂൾ PSC സൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ നമുക്ക് കാണാം, അത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ നിരാശപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാകും. അതേപോലെ തന്നെ കേറ്ററ്റ് 4 പാസ്സായിട്ട് അടുത്തൊരു ഇതിനു വേണ്ടി പ്രിപ്പറേഷൻ നടത്തുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ ഈ കഴിഞ്ഞ വന്നിട്ടുള്ള ഈ പുതിയ ഷോർട്ട് ലിസ്റ്റിൻ്റെ അതിൻ്റെ കട്ട് ഓഫും ഇപ്പോൾ എത്ര കുട്ടികളാണ് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. കാരണം അവരുടെ പഠനത്തെ എത്രത്തോളം മെച്ചപ്പെടുത്തണം, എത്രത്തോളം പഠിച്ചാലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റിലേക്ക് വരാൻ സാധിക്കുന്നത്, മുൻനിരയിലുള്ള റാങ്കിലേക്ക് എത്താൻ എത്രത്തോളം അവർ കഷ്ടപ്പെടണം എന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ ഇതിലൂടെ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ കഴിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ ഓരോ ജില്ലകളിലെയും കട്ട് ഓഫും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ടോട്ടൽ എത്ര ഉദ്യോഗാർത്ഥികളുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് 31.67 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുള്ളത് കേട്ടോ. 31.67. എനിക്ക് തോന്നുന്നു വിളിച്ച ജില്ലകളിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അവിടെയാണ്. പിന്നെ 58 ആളുകളാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിലും സപ്ലി ലിസ്റ്റിലും കൂടി ഉൾപ്പെട്ടിട്ടുള്ളത്. 58 ആളുകൾ, 42 പേരാണ് ടോട്ടൽ അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. സപ്ലി ലിസ്റ്റിൽ ഉൾപ്പെട്ട് 58 പേരാണ്. ഓക്കെ. അതേപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 51.67 ആണ്. 51.67 എൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. കുറച്ച് കൂടിയൊരു കട്ട് ഓഫ് തന്നെയാണ് അല്ലേ. അതിനകത്ത് 38 ആളുകളാണ് ടോട്ടൽ അതിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 10 പേരാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. പിന്നെ അടുത്ത തൃശ്ശൂർ ജില്ലയിൽ നോക്കുമ്പോൾ 50.67 ആണ്. 50.67 ആണ് കട്ട് ഓഫ്. അപ്പോൾ അതിൻ്റെ ആ മുകളിലുള്ള ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 75 ആളുകളാണ് ടോട്ടൽ ലിസ്റ്റിലുള്ളത്. 39 പേര് അതിൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ട്. അതേപോലെ തന്നെ കാസർഗോഡ് നോക്കുമ്പോൾ അവിടുത്തെ കട്ട് ഓഫ് 41 കാസർഗോഡ് കട്ട് ഓഫ് വരുന്നത്. കുറച്ചൊരു കോമ്പറ്റീഷനുള്ള ഒരു ഡിസ്ട്രിക്റ്റ് ആണ് അല്ലേ. അവിടെ ടോട്ടൽ 93 ആളുകളാണ് അതിൻ്റെ എന്ത് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലും സബ് ലിസ്റ്റിലും ഉൾപ്പെടെ 54 ആളുകളാണ് അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കാസർഗോഡ്. ഓക്കെ. പിന്നെ അത് കൂടാതെ ഇതൊക്കെ സെയിം കാറ്റഗറി ആയിരുന്നു, ഒരുമിച്ച് ഡിസ്ട്രിക്ട് വിളിച്ചിട്ടുള്ളതായിരുന്നു. ഇനി വേറൊരു കാറ്റഗറിയിൽ വന്നിട്ടുള്ള കണ്ണൂർ ജില്ല മാത്രമുള്ളതിൻ്റെ കട്ട് ഓഫ് 65 ആയിരുന്നു. 65 മാർക്കായിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അവിടെയും ടോട്ടൽ 92 ആളുകളാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 29 പേരാണ് മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒറ്റയ്ക്ക് നടന്നിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ, കാരണം ഒരു ജില്ല മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ, അപ്പോൾ കുറച്ചും കൂടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, കുറച്ചും കൂടി കട്ട് ഓഫ് കൂടും അല്ലേ. മറ്റേതൊക്കെ ഒരുമിച്ച് വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, ആപ്ലിക്കൻസ് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ഇതാണ് നിലവിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻ്റർവ്യൂകൾ വരാനുണ്ട്, റാങ്ക് ലിസ്റ്റുകൾ വരാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇത് എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ളത് നമുക്ക് അഡ്വൈസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് പലർക്കുമുള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേത് എന്താണ്, എല്ലാവർക്കും ജോലി കിട്ടുമോ, എത്ര ആളുകൾക്ക് ജോലി കിട്ടും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും അതിൻ്റെ അവിടെയുള്ള ആ ജില്ലയിലെ വേക്കൻസിയും അതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ ഒരു പൊസിഷൻ എത്രയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ജോലി സാധ്യതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം, ഇപ്പോൾ ഇത്ര നിങ്ങൾ ചിന്ത ഉണ്ടാവും, ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ ഷോർട്ട് ലിസ്റ്റിൽ വരാം എന്നുള്ളത്. ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ നല്ല റാങ്ക് പൊസിഷനിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ജോലി സാധ്യത കൂടുന്നത്. ഓക്കെ. ജോലി സാധ്യത കൂടുന്നത് ആദ്യ റാങ്കുകളിലേക്ക് എന്തായാലും വരുമ്പോഴാണല്ലോ, നിങ്ങൾക്ക് എന്തായാലും അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പഠന രീതി എന്ന് പറയുന്നത് കേവലം ഒരു 50 മാർക്കിനോ അല്ലെങ്കിൽ 30 മാർക്കിനോ 41 മാർക്കിനോ ആയിട്ടുള്ളൊരു പഠനമായിരിക്കരുത്. അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് നന്നായിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന പുതുതായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ
കുട്ടികൾ ചോദിക്കേണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്, എക്സാമിനൊക്കെ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പുതിയ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ഒരു പഠനം നിങ്ങൾ ആരംഭിക്കുക. അതിപ്പോൾ തനിച്ച് ഇരുന്ന് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഉള്ളവർ അങ്ങനെ തന്നെ പഠിച്ചോളൂ. പക്ഷേ പഠനം നേരത്തെ തുടങ്ങണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ തന്നെ പല കുട്ടികളും വന്നിട്ട് അവർക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു തീർക്കാൻ സാധിച്ചില്ല സാർ, അതിൻ്റെ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ റിവിഷനിൽ സമയം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതിയും പറയും. കാരണം നമ്മൾ പോയ ദിവസത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നേരത്തെ തന്നെ നമ്മൾ ആ സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ GK ആയിരുന്നാലും അതുപോലെ തന്നെ നമുക്ക് ഡ്രോയിങ് തന്നിട്ടുള്ള സിലബസ് ആയിരുന്നാലും അത് കവർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ മാക്സിമം അവിടെ എന്ത് ചെയ്യണം, ഒരു ആവർത്തന പഠനം, റിവിഷൻ നടന്നിരിക്കണം. അത് 3 അതിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഉള്ളിലിറങ്ങി പഠിച്ചാൽ കുറച്ചുകൂടി നമുക്ക് എന്തുണ്ടാവും, കുറച്ചുകൂടി നമുക്ക് ചോദ്യങ്ങളെ ഭയപ്പാടില്ലാതെ അറ്റൻഡ് ചെയ്യുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അക്ലോറയിൽ അറിയാം HSA ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സും അതുപോലെ GKയുടെ ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഇനി അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസും ഇല്ലാതെ തനിച്ച് പഠിക്കാൻ നിങ്ങൾക്കൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ പഠിക്കാം. പക്ഷേ ഇവിടെ ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, സ്റ്റഡി നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. ഈ കട്ട് ഓഫ് ഇത്രയും വാങ്ങിച്ചാൽ എനിക്ക് മെയിൻ ലിസ്റ്റിലേക്ക് വരാം എന്ന ചിന്തയേക്കാൾ അപ്പുറം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ 100 മാർക്ക് കിട്ടാൻ വേണ്ടി തന്നെ പഠിക്കുക. അല്ലാണ്ട് 50 മാർക്കോ 30 മാർക്കിനല്ല, 100 മാർക്ക് കിട്ടാൻ വേണ്ടി തന്നെ നിങ്ങൾ സ്റ്റഡി കൊണ്ടുപോകുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ടൈം വേണം അല്ലേ, നമുക്ക് സമാധാനപരമായിട്ടിരുന്ന് പഠിക്കാൻ സാധിക്കണം. അപ്പോൾ ഒരുപാട് ടൈം കിട്ടുമ്പോൾ നമുക്ക് വളരെ സമാധാനമായിട്ട് ഓരോ ടോപ്പിക്കും കവർ ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ ലാസ്റ്റ് നിമിഷത്തിലാകുമ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കില്ല. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നേരത്തെ തന്നെ പഠനം തുടങ്ങുക. അപ്പോൾ എന്തായിരുന്നാലും ലിസ്റ്റിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ വരട്ടെ, അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇനിയിപ്പോൾ പുതുതായിട്ട് വരുന്നവർ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷന് വേണ്ടി പ്രതീക്ഷിക്കുകയും പഠനം ആരംഭിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. കാരണം ഒരുപാട് പേര് ഇതുപോലെ കേട്ടിട്ട് ഡ്രോയിങ് പാസ്സായിട്ടുള്ള ഒത്തിരി ആളുകൾ ഇനി എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്, HSA ഡ്രോയിങ്ങിന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുന്നു. അപ്പോൾ ഞാൻ ഇതോർത്തു എന്നാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു റിപ്ലൈ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി, പുതിയ ഇൻഫർമേഷനുമായി, പുതിയ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.